ഈ LDF എന്ന് പറയുന്ന മുന്നണി, അതിലെത്ര ഘടകകക്ഷികളുണ്ട് ഒന്ന് പുറത്ത് പറയാമോ? CPM, CPI, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി NCP, കേരള കോൺഗ്രസിൻ്റെ ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പ്, അതുപോലെ തന്നെ കോൺഗ്രസ് എസ്, ഇതൊന്നും കൂടാതെ കോവൂർ കുഞ്ഞുമോൻ്റെ ഒരു RSP, അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ INL, ജനാധിപത്യ കേരള കോൺഗ്രസ്, ഇതൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന പേരുകൾ. മറ്റൊരു പാർട്ടി കൂടെ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ പേരെന്താ? ഒരു ജനതാ പരിവാറിൽപ്പെട്ട ഒരു പാർട്ടി, അതിൻ്റെ പേരെന്താ? അതിന് പേരില്ല, അതിന് കൊടിയില്ല. ഒരു മന്ത്രിയുള്ള പാർട്ടിയാ, MLA ഉള്ള പാർട്ടിയാ. അതിന് ജനതാദൾ എസ് എന്നൊരു പേരുണ്ടായിരുന്നു, ആ പാർട്ടിയിലായിരുന്നു. അത് ദേവഗൗഡയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയായിരുന്നു. മൂപ്പരെന്തെടുത്തു? അവസാനം കർണാടകയിലെ രാഷ്ട്രീയം നോക്കിയപ്പോൾ BJPയുടെ കൂടെ നിന്നിട്ടേ കാര്യമുള്ളൂ. ഒറ്റയ്ക്ക് നിന്നാൽ തീർന്നു പോകും, പാർട്ടി തന്നെ ഇല്ലാതായി പോകും. അപ്പോൾ BJPയുടെ മുന്നണിയിൽ ചേർന്നു. ജനതാദൾ എസ് BJPയുടെ ഒരു സഖ്യകക്ഷിയായിട്ട് മാറി. അപ്പോൾ പിന്നെ കേരളത്തിലെ ജനതാദളുകാർക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുമോ? BJPയുടെ ഒരു സഖ്യകക്ഷിയായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുമോ? പിണറായി വിജയനും ഗോവിന്ദനും സമ്മതിക്കുമോ? CPM, CPI ഒക്കെ അനുവദിക്കുമോ? അടിച്ച് പുറത്താക്കും. അതുകൊണ്ട് അവർ സ്വതന്ത്ര നിലപാടെന്ന് പറയുക. അപ്പോൾ സ്വതന്ത്ര നിലപാടെടുക്കുന്ന ഒരു പാർട്ടി എന്താ ചെയ്യേണ്ടത്? ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കണം. അതിന് ധൈര്യമില്ല. ജനതാദൾ എസ് എന്നും പറഞ്ഞു തന്നാൽ പിണറായിയും കൂട്ടരും അടിച്ച് പുറത്താക്കും. ഇനി വേറൊരു പാർട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ നിലവിലെ കൂറുമാറ്റ നിയമമനുസരിച്ച് കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ മന്ത്രിസ്ഥാനവും പോകും, മാത്യു ടി തോമസിൻ്റെ MLA പദവിയും നഷ്ടപ്പെടും. അതാണ് ഇന്നത്തെ സിസ്റ്റം. ഇടതുപക്ഷ മുന്നണി എന്ന് പറയുന്നത് ഊരും പേരും പോലും ഇല്ലാത്ത പാർട്ടികളടങ്ങുന്ന ഒരു മുന്നണിയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന CPM അതിൻ്റെ താഴെ ഘടകങ്ങൾക്ക് അധികാരമെടുത്ത് കൈകാര്യം ചെയ്യാനായിട്ട് അനുമതി നൽകിയിരിക്കുക. അതുകൊണ്ടാണ് ഈ കേരള യാത്ര നടന്നപ്പോൾ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ DYFIക്കാരും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷക സേനയിൽപ്പെട്ടവരും അതിക്രൂരമായിട്ട് മർദ്ദിച്ചപ്പോൾ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? രക്ഷാപ്രവർത്തനമാണെന്ന്. ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത് അതുകൊണ്ടാണ് കൊയിലാണ്ടിയിലെ SFI പ്രവർത്തകർ ഒരു ASIയെ കൊണ്ട് മാപ്പ് പറയിക്കുന്നത് പരസ്യമായിട്ട്. നേതൃത്വം മുന്നണി ശക്തമല്ലെങ്കിൽ, അതിൻ്റെ അലകും പിടിയൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണെങ്കിൽ അണികൾ അവരുടെ തോന്നിയവാസം പ്രവർത്തിക്കും.